ഇന്ത്യക്കാരെ ചേർത്ത് പിടിക്കണമെന്ന് അയർലൻഡിലെ കത്തോലിക്ക വിശ്വാസി സമൂഹം. അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെ ഒട്ടേറെ വംശീയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇന്ത്യക്കാരെ പിന്തുണച്ച് ലത്തീൻ കത്തോലിക്ക സഭയുടെ ഡബ്ലിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഇടയലേഖനം പുറത്തിറക്കി. അവരെ ചേർത്ത് പിടിക്കണം, അവർ നമ്മുടെ സ്വന്തമാണ് എന്ന് തുടങ്ങുന്ന വരികൾ ഉൾപ്പെടുന്ന ഇടയലേഖനമാണ് ആർച്ച് ബിഷപ്പ് ഡെർമോട്ട് ഫാരൽ പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യമായാണ് രാജ്യത്തുള്ള ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി ഡബ്ലിൻ അതിരൂപത ഇടയലേഖനം പുറപ്പെടുവിക്കുന്നത്. ഇന്ത്യൻ ജനതയെ പിന്തുണയ്ക്കണം എന്നും അവർക്ക് സർവ്വവിധ സഹകരണവും നൽകണം എന്നുമാണ് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശ്വാസ സമൂഹത്തിന് ഇന്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കാൻ കടപ്പാടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇടയലേഖനം ഇങ്ങനെയാണ്: ഡബ്ലിനിലെ ഇന്ത്യൻ സമൂഹാംഗങ്ങൾക്കെതിരെ നടന്ന ഒടുവിലെ ഞെട്ടിക്കുന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ പേടിയും ഭീതിയും സൃഷ്ടിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവർ നമ്മുടെ സ്വന്തമാണ്. ദൗർഭാഗ്യവശാൽ വർഗീയ അധിക്ഷേപങ്ങൾ ആ സമൂഹത്തിലേക്ക് മാത്രമല്ല പരിമിതപ്പെടുന്നത്. മനുഷ്യരുടെ നിറത്തിലൂടെ മാത്രമാണ് ചിലർ ആൾക്കാരെ വേർതിരിക്കുന്നത്. വളരെ അധികം ആളുകൾ ദിവസം തോറും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നത് സങ്കടകരമാണ്. നമ്മുടെ അയൽക്കാരുടെയും സഹപൗരന്മാരുടെയും നേരെയുള്ള ഈ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇത് ഇരകളുടെ ജീവിതത്തെ തകർക്കുകയും ഒരു ജനത എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അപമാനമായി തീരുകയും ചെയ്യുന്നു. ഹിംസാത്മകമായ ആക്രമണങ്ങൾ അപൂർവമാണ് എങ്കിലും ദിനം പ്രതി നടക്കുന്ന അധിക്ഷേപങ്ങളും തെറ്റായ പെരുമാറ്റങ്ങളും മന്ദഗതിയിലാണ് എങ്കിലും വിഷബാധ എന്നതുപോലെ അത് വ്യാപിക്കുന്നു. ഇന്ത്യൻ സമൂഹവും മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങളും നമ്മുടെ രാജ്യത്തിനായി ചെയ്യുന്ന മഹത്തായ സംഭാവനകൾ പരിഗണിക്കുമ്പോൾ ഇത്തരം പെരുമാറ്റം കൂടുതൽ അപലപനീയമാണ്. നമ്മുടെ ആരോഗ്യരംഗത്ത് ഇന്ത്യൻ വിദഗ്ധരുടെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അവരുടെ സേവനമില്ലാതെ ആരോഗ്യപരമായ ആവശ്യങ്ങൾ അയർലൻഡിന് പൂർണ്ണമായും നിർവഹിക്കാനാവില്ല. മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരും തങ്ങളുടെ കഴിവുകൾ വിനിയോഗിക്കുന്നവരും നികുതികളിലൂടെ പൊതുസേവനങ്ങൾക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുന്നവരുമാണ്. തൊഴിൽ ജീവിതത്തിന് അപ്പുറം ഇന്ത്യൻ കുടുംബങ്ങളും മറ്റ് ന്യൂനപക്ഷ കുടുംബങ്ങളും നമ്മുടെ അതിരൂപതയിലെ ഇടവകകളിലും സ്കൂൾ സമൂഹങ്ങളിലും നിർണായക പങ്ക് വഹിക്കുന്നവരാണ്. ഇന്ത്യൻ പുരോഹിതരും സന്യാസിനികളും അൽമായ പുരുഷ സ്ത്രീ സന്നദ്ധ പ്രവർത്തകരും ഡബ്ലിനിലെ സഭയുടെ ആത്മീയ ജീവിതത്തിന് അത്യാവശ്യമായ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചിലരുടെ നീചവും ദൈവനിന്ദ്യവുമായ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് ഐറിഷ് സമൂഹത്തിനറിയാം. നീതിക്കും സമത്വത്തിനും വേണ്ടി ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമെത്തി. ഇന്ത്യൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട സമയമെത്തി. അപവാദത്തിലും ദ്വേഷത്തിലും ആധാരപ്പെട്ട് നമ്മുടെ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട സമയമാണിത്. വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ തുറന്നു കാട്ടേണ്ട സമയം. ഞാൻ അതിരൂപതയിലെ ദേവാലയങ്ങൾ സന്ദർശിച്ചപ്പോൾ അവരും സ്കൂൾ സമൂഹവും ഇതിനകം തന്നെ ഇന്ത്യൻ കുടുംബങ്ങളെയും അവിടെ താമസം തുടങ്ങുന്നവരെയും തികച്ചും ഹൃദയപൂർവ്വമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നത് കണ്ടു. ആ ഐക്യദാർഢ്യത്തിന്റെയും സ്വീകരണത്തിന്റെയും ആത്മാവിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അതിന് പ്രായോഗികമായ ചില ചുവടുവയ്പ്പുകൾ നമുക്കെടുക്കാം. ആദ്യം നമ്മുടെ ഇടവക സമൂഹത്തിലെ ന്യൂനപക്ഷ പശ്ചാത്തലത്തിലുള്ള കുടുംബങ്ങളോടും വ്യക്തികളോടും നേരിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ എല്ലാവരും തയ്യാറാകണം. അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പ്രോത്സാഹനം നൽകണം. നമ്മുടെ ദേവാലയങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശാലമായ സമൂഹത്തിലെ കുടുംബങ്ങളെ നേരിട്ട് കണ്ട് അവരോട് സംവദിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യൻ സമൂഹത്തെയും ഡബ്ലിനിലെ മറ്റുള്ളവരെയും ഭയപ്പെടുത്തുന്ന പ്രവർത്തികൾ ചെയ്യുന്നവരെ പരാജയപ്പെടുത്താനും അയർലൻഡ് പോലീസിന് പരമാവധി പിന്തുണ നൽകാനും നാം എല്ലാവരും ഉത്സാഹിക്കണം എന്നതാണ് ബിഷപ്പിന്റെ കുറിപ്പ്.